Yes. ശ്രീ IC ബാലകൃഷ്ണൻ. ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിരവധി പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അനിൽകുമാർ MLA സൂചിപ്പിച്ചതുപോലെ പല ആസ്പത്രികൾ അത് നിഷേധിക്കപ്പെടുകയാണ്. കാരണം അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുള്ള ഹോസ്പിറ്റലുകളിൽ 1500 കോടി രൂപ ഗവൺമെന്റ് കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സാർ, ഞാൻ പറഞ്ഞു 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട്. അതിൽ ധനവകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 92 കോടി രൂപ, അതിൽ നമുക്കിനി ശേഷിക്കുന്ന കുടിശ്ശിക ഓരോ വർഷവും നൽകിയാണ് ധനവകുപ്പ് പോകുന്നത്. കഴിഞ്ഞ ദിവസം 92 കോടി രൂപ നൽകിയിട്ടുണ്ട്. ശേഷിക്കുന്ന തുക ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിക്കൊണ്ട് പോവുകയാണ്. സാർ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മാനന്തവാടിയിൽ നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു. സാർ അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ട് പോയ ഒരു കുറിപ്പുണ്ട്. സാർ അദ്ദേഹം പറഞ്ഞത് മഴ എന്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. സാർ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല. സാർ ശ്രീ സനീഷ് കുമാർ ജോസഫ്. സാർ, ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് സാർ. കുത്തഴിഞ്ഞ അവസ്ഥയാണ്. ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് സാർ. ചാലക്കുടിയിലെ ഒരു റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ്. ജീവനക്കാരില്ലാത്തതുകൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കാത്ത അവസ്ഥയാണ്. സാർ, ചികിത്സാ ചെലവിന്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞത് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുമാണെന്ന വസ്തുത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ചികിത്സാ ഉപകരണങ്ങളും മരുന്നും എത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് UDF കാലത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു. സാർ കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഇപ്പൊ തൃശ്ശൂരില് അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട്. സാർ 9 വർഷം മുൻപ് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 2023 അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. സാർ 4000 കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ ആണ് സാർ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോ വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെന്റേഴ്സിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ കാർഡിയാക് ടീം നടത്തി. സാർ ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം. കാരണം തൃശ്ശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. സാർ ഞാൻ പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട്. സാർ ആ കാലത്തെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് എനിക്ക് മറുപടി പറയാനില്ല. സാർ ഞാൻ പറഞ്ഞത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. സാർ ഇത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയാണ്. ആ ഡേറ്റ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് അതായത് 2 കാര്യങ്ങളാണല്ലോ സാർ. സൗജന്യ ചികിത്സ പരമാവധി നൽകുന്നു സംസ്ഥാന സർക്കാർ. ഈ മാറ്റം ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. SHA സ്ഥാപിച്ചത് 2019 2020-21 മുതൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അന്ന് UDFന്റെ കാലത്ത് 30,000 രൂപയായിരുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് പറയിക്കുന്നതാണ് സാർ. കാരണം ഇതിൽ ഇങ്ങനെ വ്യത്യാസത്തോടെ മാറി നിന്നല്ല, ജനങ്ങളെ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത്. 30,000 രൂപയായിരുന്നു അന്ന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന്. സാർ ഇന്ന് എത്രയാണ് ഒരു വർഷം? 5 ലക്ഷം രൂപയാണ് സാർ. 5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നൽകുന്നത്. സാർ ഈ നാഷണൽ സ്റ്റാറ്റിസ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ 2015-16 സാർ 17,000 രൂപയായിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. നഗരമേഖലയിൽ 23,000 രൂപ. ഇന്ന് 2024 കഴിഞ്ഞ വർഷം നഗരമേഖലയിൽ 13,000 രൂപയായി. 10,000 രൂപ കുറഞ്ഞു. സാർ കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ, ഞാൻ കാത്ത് ലാബിന്റെ കാര്യം പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ 6 ലക്ഷം രൂപയായിരുന്നത് തൃശ്ശൂർ കാത്ത് ലാബിൽ സൗജന്യമായി ചെയ്യുന്നു. കാസ്പിലുള്ളവർക്ക്, പുറത്തുള്ളവർക്കോ കാർഡ് ഇല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക്, അതായത് 2 സ്റ്റെന്റ് ആണെങ്കിൽ 1,20,000 രൂപ ആ നിലയിൽ ചെയ്യുന്നു. സാർ ഇതാണ് മാറ്റം. തീർച്ചയായിട്ടും അതിന് മുൻഗണന നൽകി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ശ്രീ CR മഹേഷ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M വിൻസെന്റ്. സർ, UDF സർക്കാരിന്റെ കാലത്ത് 6 മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്ത് ലാബ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി മന്ത്രി പറയുന്നത്.
സാർ എന്റെ ചോദ്യം ഇതാണ് സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ 16, 17, 18, 19 4 വാർഡുകൾ 600ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഈ 4 വാർഡുകൾ പൊളിച്ചു കളഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു സാർ. ഇന്നിപ്പോ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുകയാണ് സാർ. ഈ ദയനീയ അവസ്ഥ പൊളിച്ചു മാറ്റിയ വാർഡുകൾ യഥാസമയം നിർമ്മിക്കാത്തതുകൊണ്ടാണ്. ഇത് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിച്ച് ഇന്നിപ്പോ അവിടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്, അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു കൺസ്ട്രക്ഷനും ആരംഭിച്ചിട്ടില്ല. 4 വർഷമായി പൊളിച്ചു കളഞ്ഞ വാർഡുകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് മന്ത്രിക്ക് പറയാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഒരു കാത്ത് ലാബ് അല്ല സാർ. 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ സംസ്ഥാനത്തെ ഇടുക്കി ഒഴിച്ചുള്ള ആലപ്പുഴയിൽ തൊട്ടടുത്ത് തന്നെ കാത്ത് ലാബ് സ്ഥാപിക്കും. ഇടുക്കി പാക്കേജിലും മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട്, പ്ലാൻ ഫണ്ടിലും അനുവദിച്ചിട്ടുണ്ട് സാർ. അപ്പൊ ഇപ്പൊ 13 ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അവസാനം ഉദ്ഘാടനം ചെയ്തത് വയനാടാണ് സാർ. അതായത് വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്ത് ലാബുകൾ ഇന്ന് സാധ്യമായി. ഇത്തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമായിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ 4 മെഡിക്കൽ കോളേജുകൾ പഠനം തുടങ്ങാൻ സാധിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 21 നഴ്സിംഗ് കോളേജാണ് സാർ സർക്കാർ മേഖലയിലും സർക്കാർ അനുബന്ധ മേഖലയിലും തുടങ്ങിയിട്ടുള്ളത്. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം ചോദിച്ചത് നന്നായി സാർ. സാർ, കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്ര കോടി രൂപയാണ് ഉപകരണങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് സാർ. സാർ, 700 കഴിഞ്ഞ തൊട്ട് മുൻപ് അങ്ങേയും വിളിച്ചിരുന്നു, നമ്മുടെ MLT ബ്ലോക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതായത് കിഫ്ബിയിലൂടെ 724 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിച്ച് പുതിയ ബ്ലോക്കുകൾ അവിടെ നിർമ്മിക്കുകയാണ്. അവിടെയുള്ള പുതിയ മേൽപ്പാലം ഉൾപ്പെടെ അതുപോലെ MLT ബ്ലോക്ക് മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞെടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാർ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് അവരുടെ സാങ്ഷൻ വേണമായിരുന്നു സാർ. ഇത് പൊളിച്ചു മാറ്റിയിട്ട് ആ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ സാധാരണ നിലയിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പുറമെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടി സാങ്ഷൻ എടുത്തുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന ഹൈറ്റിലാണ് ആ കെട്ടിടം പണിയേണ്ടത് എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി സാർ. അത് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ ഇപ്പോൾ ഉടനെ തന്നെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എല്ലാം നടത്തി കഴിഞ്ഞു. ഉടനെ തന്നെ അത് ആരംഭിക്കും സാർ. ശ്രീ വി ജോയ്. സാർ, കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്നും മെഡിക്കൽ കോളേജുകൾ ആകെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാർ. എന്റെ ചോദ്യം നമ്മള് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 25 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം. സൗജന്യ മരുന്നുകൾക്കായിട്ട് എത്ര കോടി രൂപ കൂടി നൽകിയെന്ന് പറയാമോ? സർ, 25 ലക്ഷത്തിൽ 17,000 രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ 4 വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 7,708 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് സാർ. സാർ, ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് 650 മുതൽ 700 കോടി രൂപ വരെ KMCL സാർ അത് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ സാർ, എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത്. ഒരു ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സാർ 1,500 മുതൽ 2,000 രൂപ വരെയാകും. 9 വർഷം മുൻപ് സാർ 12 ഡയാലിസിസ് സെന്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത്. 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സാർ? പുറത്ത് 1,500 മുതൽ 2,000, 1,500 കണക്കാക്കിയാൽ 3 ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സാർ 4,000, ഒരു ആഴ്ച ചെയ്താൽ 4,500 രൂപ. അപ്പൊ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ? അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് കേരളത്തിൽ ആളുകൾക്ക്, രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം. സർ, സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ്. സർ, അഭിമാനകരമായ ഒരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഒരുക്കിയത് എന്നാണ് എന്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ 5.6 ആണ്, നമ്മുടേത് 5 ആയിരിക്കുകയാണ് സാർ. ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു. അതിലെല്ലാവരോടും
പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. Yes. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ, ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ, ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. Yes. അതിനുശേഷം 3 വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ, പോഷകാഹാരം നൽകി സാർ. അതുകൊണ്ട് തന്നെ ശിശുക്കള് ഇപ്പം ഹൃദ്യമാകട്ടെ, അത് ജനിതക ഹൃദയ വൈകല്യമാണ് സാർ. അതുപോലെ കെയർ സാർ, അപൂർവ രോഗങ്ങൾ. കഴിഞ്ഞ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. നമ്മൾ Yes. ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു, SIT-യിലാണ് സാർ. എന്താണ് അതിന്റെ ഗുണം? അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു സാർ. അത് നമ്മൾ ആരംഭിച്ചു, കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ. ശ്രീ LOP. സർ, വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ സഭയുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ, ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും, അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. സർ, അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ HOD-മാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സർ, ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക്, ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ, അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത്? 10 കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം? ഇവിടുത്തെ ചോദ്യം എന്താ? ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ പാവപ്പെട്ട സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. സാർ, ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി. എന്താ മന്ത്രി പറഞ്ഞത്? എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക? ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത്, അബദ്ധം പറയരുത് സാർ. മെഡിക്കൽ സാർ, മെഡിക്കൽ കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത്. സാർ, ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആനമണ്ടത്തരമാണ്. മനസ്സിലായി സാർ? അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത്. അന്ന് ഒരു കാര്യത്തിൽ അങ്ങയോട് ഞാൻ പരാതി പറയുന്നു. ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ ജോയ് ഉദ്ധരിച്ചു. അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട്. അങ്ങ് ഇടപെട്ടില്ല. സാർ, ഞാൻ പറയുന്നു, ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ്, ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അങ്ങ് ചോദ്യത്തിനെടുത്തിരിക്കുന്ന 2 മിനിറ്റും 22 സെക്കൻഡുമാണ്. പ്ലീസ് ചെയറുമായി ഭാവിയിൽ സഹകരിക്കണം. പ്ലീസ് ചോദ്യത്തിന് സാധാരണ പ്ലീസ് അവിടെ ഇരിക്കെ. ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു മിനിറ്റ് അവിടെ ഇരിക്കെ. ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ. ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല, സബ്ജക്റ്റീവ് ആയിരിക്കും. അത് അങ്ങ് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഒരു മിനിറ്റ് പ്ലീസ് ഒരു മിനിറ്റ് അവിടെ ഇരിക്കെ. ഞാൻ പറയാം. ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ, അത് സ്വാഭാവികല്ലേ? യെസ് അങ്ങേരിക്ക്. യെസ് ഒരു മിനിറ്റ്. അങ്ങയുടെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം. അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങയുടെ ഒരു ചോദ്യത്തിനു കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. പ്ലീസ് അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. യെസ് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണമല്ലോ. അങ്ങ് ഒരു കാര്യം പറഞ്ഞു. ജോയ് ചോദിച്ച ചോദ്യം, ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് എത്തിയത്. ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല. പ്രതിപക്ഷം ഉന്നയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ ആവുക? അപ്പൊ അതെങ്ങനെയാ പ്രതിപക്ഷത്തിനെതിരാവുക? അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ.
സർ 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 യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ യെസ് 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 സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ അങ്ങ് എന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആകുന്നത്? അങ്ങ് എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട MLA മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു. പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ. യു ക്യാൻ ചാലഞ്ച്, അത് ചലഞ്ച് ചെയ്യാം സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇത് വെച്ച് അന്ന് ചർച്ച ഇടതുപക്ഷ സർക്കാരും അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ. ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ. യെസ് ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ. ഞാൻ ഇതിനു മുൻപുള്ള ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ. തരണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ പരിഗണന നൽകണം. ഞാൻ MP യുടെ പേര് പറയുന്നില്ല സാർ. പക്ഷേ ആ ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്തെന്നറിയോ? ബട്ട് യുവർ MP ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ്, then so let me see എന്നാണ് സാർ പറഞ്ഞത്. അപ്പോ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ആക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ. സാർ, ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജ് ആക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ, കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല. നമ്മൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ. അല്ലാതെ ഒരു പണവും കൊണ്ടല്ല നമ്മൾ ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളതെന്ന് പറയുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ. ചോദ്യം നമ്പർ 2 ശ്രീ K. പ്രേംകുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.